ഇന്നത്തെ അറിയിപ്പുകൾ. സംസ്ഥാനത്ത് 2026 മാർച്ചിൽ നടക്കുന്ന SSLC, THSLC പരീക്ഷകളുടെ രജിസ്ട്രേഷൻ ആരംഭിച്ചു. പരീക്ഷാ ഫീസ് അടച്ച ശേഷമാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. പിഴ കൂടാതെ നാളെ വരെ ഫീസ് അടയ്ക്കാം. ഈ മാസം 30-ന് മുമ്പ് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കണം. വിജ്ഞാപനത്തിലുള്ള സമയക്രമത്തിൽ ഒരു മാറ്റവും അനുവദിക്കില്ലെന്ന് പരീക്ഷാ ഭവൻ സെക്രട്ടറി അറിയിച്ചു. നവംബർ 21 മുതൽ 26 വരെ 10 രൂപ പിഴയോടെ ഫീസ് അടയ്ക്കാം. പിന്നീട് 350 രൂപ പിഴയോടെ അടയ്ക്കാൻ അവസരമുണ്ട്. 2026 മാർച്ച് 5 മുതൽ 30 വരെയാണ് പരീക്ഷ നടത്തുക. IT പരീക്ഷ ഫെബ്രുവരി 2 മുതൽ 13 വരെ ആയിരിക്കും. മത്സര പരീക്ഷകൾക്കും നൈപുണ്യ പരിശീലനത്തിനുമായി സർക്കാർ തുടങ്ങിയ പദ്ധതിയായ പ്രജ്വലയുടെ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറങ്ങി. ഒരു വർഷക്കാലം പ്രതിമാസം 1000 രൂപ വീതം ലഭിക്കുന്നതാണ് സ്കോളർഷിപ്പ്. ആദ്യമേ അപേക്ഷിക്കുന്ന 5 ലക്ഷം പേർക്ക് മാത്രമേ ആനുകൂല്യം ലഭിക്കൂ. മത്സര പരീക്ഷകൾക്കും നൈപുണ്യ പരിശീലനത്തിനുമായി യുവാക്കൾക്ക് പിന്തുണ നൽകുന്നതിന്റെ ഭാഗമായാണ് പ്രജ്വല സ്കോളർഷിപ്പ് പദ്ധതി. പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ 18 വയസ്സ് പൂർത്തിയായിരിക്കണം. പരമാവധി പ്രായപരിധി 30 വയസ്സാണ്. +2, VHSC, ITI, ഡിപ്ലോമ, ഡിഗ്രി എന്നിവയ്ക്ക് ശേഷം നൈപുണ്യ പരിശീലനം നടത്തുന്നവർക്കോ PSC ഉൾപ്പെടെയുള്ള മത്സര പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്നവർക്കുമാണ് അർഹത. കേരളത്തിൽ സ്ഥിരതാമസക്കാരായിരിക്കണം അപേക്ഷകർ. കുടുംബവാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. മറ്റ് സ്കോളർഷിപ്പുകൾ ഒരുമിച്ചായി സ്വീകരിക്കാനാവില്ല. ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ബന്ധിപ്പിച്ചിരിക്കണം. പരിശീലന സ്ഥാപന മേധാവിയുടെ സാക്ഷ്യപത്രം സമർപ്പിക്കേണ്ടത് നിർബന്ധമാണ്. പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ അത് സംബന്ധിച്ച രേഖകളും നൽകേണ്ടതുണ്ട്. ഇടയ്ക്ക് ജോലി ലഭിച്ചാൽ ആനുകൂല്യം ലഭ്യമാകില്ല. എംപ്ലോയ്മെന്റ് ഡയറക്ടറേറ്റാണ് പദ്ധതി നടപ്പാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ബാങ്ക് ഓഫ് ബറോഡയിൽ 2700 അപ്രന്റീസ് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. ഉദ്യോഗാർത്ഥികൾക്ക് NAPS അല്ലെങ്കിൽ NATS പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത ശേഷം അപേക്ഷ സമർപ്പിക്കാം. ഓൺലൈൻ പരീക്ഷ, രേഖാപരിശോധന, പ്രാദേശിക ഭാഷാ പരീക്ഷ എന്നിവയിലൂടെയാണ് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഡിസംബർ 1.